ലൈവിൽ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അക്ബർ ആയിരുന്നു നോമിനേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കയറി ഷാനവാസ് സംസാരിക്കാൻ തുടങ്ങി. ഷാനവാസ് സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കുക, ആദ്യം നോമിനേഷൻ കഴിയട്ടെ, അത് കഴിഞ്ഞ് സംസാരിച്ചാൽ മതിയെന്ന്. അപ്പോഴേക്കും ഷാനവാസിൻ്റെ നിറം മാറി. ഷാനവാസ് പറഞ്ഞ് അനിമോള് സംസാരിച്ചപ്പോൾ നിൻ്റെയൊക്കെ നാവ് എവിടെ ആയിരുന്നു? ഇവൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ ആരും അവളോട് പറയുന്നില്ല, പിന്നെ നിങ്ങൾ എൻ്റെ മെക്കിട്ട് കയറേണ്ടത് കാര്യം എന്താ? പിന്നെ തമ്പുരാട്ടി കളിയൊന്നും നീ എൻ്റെ അടുത്തെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിന്നിയോടും ലക്ഷ്മിയോടും പറയുന്നുണ്ട്. മിണ്ടാതിരിക്കുന്ന ജിസയിലും അനുമോളും പറയുന്നുണ്ട് ഷാനവാസിനോട്. അപ്പോൾ ഉടനെ ഷാനവാസ് തിരിഞ്ഞിട്ട് അനുമോളോട് പറയുകയാണ്, നിന്നെപ്പറ്റി കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞപ്പോൾ നീ ഇരുന്ന് കൗണ്ടർ അടിച്ചല്ലോ, അപ്പോൾ എന്താ നിനക്ക് സംസാരിക്കാവോ? എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലേ? അനുമോളുടെ അടുത്തിരിക്കുകയല്ലേ. അപ്പോൾ അനുമോൾ പറയാണ് ചെവി പൊട്ടുന്നു. അപ്പം നീ പറഞ്ഞപ്പോൾ എൻ്റെ ചെവി പൊട്ടില്ലേ എന്ന് ഷാനവാസ് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ബിന്നി മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഷാനവാസ് പറഞ്ഞിട്ട് നീ പോയി നിൻ്റെ പണി നോക്ക്, കൊച്ചമ്മ കളിയൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട, തമ്പുരാട്ടി കളിയൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട, എനിക്ക് പറയാനുള്ളത് പറഞ്ഞേച്ചേ പോവുകയുള്ളൂ. ഇവൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും സംസാരിക്കണ്ടായിരുന്നു, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കണം. ഇവൾ സംസാരിച്ചപ്പോൾ നിൻ്റെയൊക്കെ നാവ് എവിടായിരുന്നു ചോദിച്ചിട്ട് ഭയങ്കര സൗണ്ടിൽ ഷാനവാസ് സംസാരിക്കുകയാണ്. മൊത്തം കണ്ടസ്റ്റൻറ്റുകളുടെ ബഹളം തുടങ്ങി. അപ്പോഴത്തേന് ഇവൾ കൗണ്ടർ ചെയ്യുന്ന സമയത്ത് നിങ്ങളാരും മിണ്ടിയില്ലല്ലോ, എനിക്ക് കൗണ്ടർ ചെയ്യേണ്ടുന്ന സമയത്ത് ഞാൻ കൗണ്ടർ ചെയ്യും, എന്നോട് മിണ്ടണ്ടെന്ന് നിങ്ങളാരും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഭയങ്കര ബഹളമാണ് ലൈവിൽ. ഇത് വെറും ചീപ്പ് ഷോയാണെന്ന് ബിന്നി എണ്ണിച്ചിട്ട് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞ് മിണ്ടാതിരിക്കടോ എന്ന്, നിൻ്റെ തമ്പുരാട്ടിക്കളി നിൻ്റെ വീട്ടിൽ മതി, എൻ്റെ അടുത്തെടുക്കണ്ടെന്ന് ഷാനവാസ് ലക്ഷ്മിയോട് പറയുന്നുണ്ട്. ഇയാളുടെ വെറും ചീപ്പ് ഷോയ, എല്ലാ പരിപാടിയും കുളവാക്കിക്കൊണ്ടിരിക്കുക ഇയാളെന്ന് നമ്മുടെ ബിന്നി പറയുന്നുണ്ട് ഷാനവാസിനോട്. ഇവൾ ഇത്രയും നേരം ഇവിടുന്ന് കൗണ്ടർ അടിച്ച് അപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഇറിറ്റേഷനായെന്ന് പറയുന്നത്. ഷാനവാസ് ഇരുന്ന് ഒച്ചത്തിൽ സംസാരിക്കുന്ന കാരണം അനുമോള് ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് കുറേ സമയം ഇരുന്നുണ്ടാവും. ഇതിനൊന്നിനും മറുപടി അനുമോള് പറയുന്നില്ല. ആദ്യം മിണ്ടാതിരിക്കുന്ന മാത്രമേ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേന് സംസാരം ഓവർ ആവുന്നെന്ന് കണ്ടപ്പോഴേന് അനുമോൾ അവിടെ നിന്ന് എണ്ണീച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഷാനവാസ് പക്ഷേ ബിന്നിയുടെ അടുത്തും ലക്ഷ്മിയുടെ അടുത്തും ആരിൻ്റെ അടുത്തും ഒക്കെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 3-4 ദിവസമായിട്ടേ ഷാനവാസ് ആകെ ചേഞ്ചാണ്. ഷാനവാസ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നോക്കി അത് അനുമോൾക്കെതിരെ ഉള്ളതാണെങ്കിൽ മാക്സിമം അത് വലുതാക്കി വലിയൊരു ഇഷ്യൂ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.